നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ലെൻസ്കാർട്ട്. നമ്മളൊക്കെ കണ്ണട വാങ്ങുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുന്ന, ഓക്കെ ലെൻസ്കാർട്ടിൽ പോയി നോക്ക്, ലെൻസ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ബ്രാൻഡ് നെയിം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമ്മളുടെയൊക്കെ മുന്നിൽ മാറിയിട്ടുള്ള, നമ്മളുടെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു ലെൻസ്കാർട്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ലെൻസ്കാർട്ടിനെ കുറിച്ച് പറയാനുള്ള ഒരു സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ 70,000 കോടിക്ക് മുകളിൽ വാല്യൂഷനിലാണ് ലെൻസ്കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് എംപയർ, ഒരു കമ്പനി IPO ലിസ്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. സോ ഇതിന്റെ ഒരു സ്റ്റോറീസിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത്, ഒരു കേസ് സ്റ്റഡീസിലോട്ട് നോക്കുന്ന സമയത്ത് ലെൻസ്കാർട്ടിനെ നമുക്ക് അറിയുന്നത് എങ്ങനെയാ, ഒരു D2C ബ്രാൻഡ് ആയിട്ടാണ് അല്ലെ. നമ്മൾ D2C ബ്രാൻഡ് സീരീസിനെ കുറിച്ച് സംസാരിച്ച് വരുന്നപ്പോൾ, D2C ബിസിനസ്സുകളെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോൾ നമ്മൾ മാമാർത്തിന്റെ സ്റ്റോറിയും അതുപോലെ മാമാർത്തിന്റെ കേസ് സ്റ്റഡീസും അതുപോലെ D2C ബ്രാൻഡ്സിന്റെ സക്സസ്ഫുൾ ആവുന്നതിനും സസ്റ്റൈനബിൾ ആവുന്നതിനും ഫെയിലർ സ്റ്റോറീസിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചു വന്നപ്പോൾ അതിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത അടുത്തൊരു ബ്രാൻഡായിരുന്നു ലെൻസ്കാർട്ട് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ലെൻസ്കാർട്ടിന് ഇത്രയും വലിയൊരു പ്ലേസ്മെന്റിലോട്ട്, പൊസിഷനിങ്ങിലോട്ട് എത്താൻ പറ്റി, എങ്ങനെ ഇവർക്ക് ഇത്രയും വലിയൊരു സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റി, ഒരു D2C ബ്രാൻഡ് എന്ന നിലയിൽ ഇവർക്ക് ഇന്ന് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയതിന് ഇവർ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്. ഈ സ്ട്രാറ്റജീസ് ഒക്കെ പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ, നമ്മളുടെ D2C ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റു ബിസിനസ്സുകളിലോ ഇത് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെൻസ്കാർട്ടിന്റെ സ്ട്രാറ്റജീസ് പഠിക്കുന്നത്. ഇന്ത്യയിൽ ഐവെയർ അല്ലെങ്കിൽ സ്പെക്സ് ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നടത്തുന്നതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഇൻസൈൻ മാർജിൻ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലോജിസ്റ്റിക്സിലുള്ള ഒരുപാട് തലവേദനകളാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സൈഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ വളരെ കൃത്യമായിട്ടാണ് ലെൻസ്കാർട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ടായത്. അത് തന്നെയാണ് അവരുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ സക്സസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ലെൻസ്കാർട്ടിന്റെ മാർക്കറ്റ് എൻട്രി മാത്രമായിരുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ D2C പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ ആയിരുന്നു ഇവരുടെ ആദ്യത്തെ എൻട്രി. ബിക്കോസ് ഇവർക്ക് ആദ്യം ഈ പ്രോഡക്റ്റിനെ ആളുകളിലോട്ട് എത്തിക്കുക, ബ്രാൻഡിനെ ആളുകളിലോട്ട് എത്തിക്കുക എന്നതിൽ ഏറ്റവും ലാർജ് സ്കെയിലായിട്ട് ആളുകളിലോട്ട് എത്രയും വേഗം വളരെ ഫാസ്റ്റർ ആയിട്ട് എഫക്റ്റീവായിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് ഓൺലൈൻ തന്നെയായിരുന്നു. ഓൺലൈൻ ത്രൂ ലെൻസ്കാർട്ട് എല്ലാ D2C ബ്രാൻഡുകളെയും പോലെ നല്ല രീതിയിൽ പ്രസൻസോട് കൂടിയിട്ട് വന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗിൽ ആളുകൾക്ക് നല്ല രീതിയിലുള്ള മോഡൽസുകളും യുണീക്ക് ആയിട്ടുള്ള ഫ്രെയിംസുകളും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ലെൻസ്കാർട്ട് ആദ്യം ബ്രാൻഡ് പ്ലേസ്മെന്റ് നടത്തുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2 എന്ന രീതിയിൽ അവർ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്, ഒരു ഓഫ്ലൈൻ സ്റ്റോർ ചെയിനിലോട്ടാണ്. അതായത് ഓൺലൈൻ സിസ്റ്റത്തിൽ മാത്രം നിലനിൽക്കാതെ അതിന് പാരലലി തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകളിലോട്ട് പോയതിലൂടെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആളുകൾ ഒരു സ്പെക്ക് വാങ്ങുന്ന സമയത്ത് നമ്മളുടെ തന്നെ ഒരു സ്റ്റോറി എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു സ്പെക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ഒരു സ്പെക്ക് കണ്ടു, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺസേൺസ് ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ട്രൈ ചെയ്യാണ്ട്, ഇത് ഫിറ്റ് ആണോ എന്ന് അറിയാണ്ട്, ഇതിന്റെ കംഫർട്ട് നോക്കാതെ, ഇതിന്റെ ലെൻസിന്റെ ക്വാളിറ്റി നോക്കാതെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്ന സിനാരിയോ നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ ഈ ഓൺലൈനിൽ കണ്ട അതേ പ്രോഡക്റ്റിന് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ഓഫ്ലൈൻ സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഫിറ്റ് ആണോ നോക്കാൻ വേണ്ടി പറ്റും, കംഫർട്ട് നോക്കാൻ പറ്റും, ലെൻസിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടി പറ്റും, എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ മിക്സ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റ് എൻട്രി കൊണ്ടുവന്ന് മാർക്കറ്റിൽ സ്കെയിൽ ചെയ്ത് മാർക്കറ്റിൽ പ്ലേസ്മെന്റ് നടത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ലെൻസ്കാർട്ടിന്റെ ഫസ്റ്റ് ബ്രില്യൻറ്റ് മൂവ് എന്ന് പറയുന്നത്. സോ ഓൺലൈനിൽ പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ഓഫ്ലൈനിലൂടെ മിക്സപ്പ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഓഫ്ലൈനിലൂടെയും ഓൺലൈനിലൂടെയും ബ്രാൻഡിന് വലിയൊരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരു രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതുമാണ് അവർ ഓഫ്ലൈൻ സ്റ്റോർസിന്റെ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ആൻഡ് ലെൻസ്കാർട്ടിന്റെ ഓഫ്ലൈൻ സ്റ്റോർസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് ഒരു ഷോപ്പ് അല്ല, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് പോയി പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. ജസ്റ്റ് ലിറ്റിൽ അവർ ഒരു എക്സ്പീരിയൻസ് സെന്റർ പോലെയാണ് ലെൻസ്കാർട്ടിന്റെ ഷോറൂംസ് എല്ലാം അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ആളുകളിലോട്ട് എത്തിച്ചത്. അപ്പോൾ നമ്മൾ ലെൻസ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി അവിടെ മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പെക്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സെന്റർ രൂപത്തിലാണ് അവരുടെ കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കുക. സോ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് നോക്കി പർച്ചേസ് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് അവർ സ്റ്റോറിൽ എത്തിച്ച ശേഷം ട്രൈ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ അവരോട് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഓഫ്ലൈൻ സ്റ്റോർ. ജസ്റ്റ് ഒരു ഓഫ്ലൈൻ സ്റ്റോർ പോയി തുടങ്ങുക എന്നുള്ളതിനപ്പുറത്തോട്ട് കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, യൂസർ സെൻട്രിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട്, കസ്റ്റമർ എക്സ്പീരിയൻസിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള സ്റ്റോറുകളാണ് ഇവർ ഓഫ്ലൈനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ രീതിയിലുള്ള ഓഫ്ലൈൻ സ്റ്റോറുകളിലോട്ടുള്ള പൊസിഷനിങ് ഗ്രേറ്റർ ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതി നോക്കുന്ന സമയത്ത്, ഒരു ബ്രാൻഡിന്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ഫിസിക്കലി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് പ്രസൻസ് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷെ അതിന് ഇവർ ചെയ്തൊരു വലിയ മെത്തേഡാണ്
ഫ്രാഞ്ചൈസി മോഡലാണ് ഇവർ എന്ത് ചെയ്തത്, ഇവരുടെ ഓഫ്ലൈൻ സ്റ്റോറുകൾ സ്കെയിൽ ചെയ്തെന്നുള്ളതാണ്. അതായത് ഓരോ ലൊക്കാലിറ്റിയെ കുറിച്ച് പഠിച്ച് ആ ലൊക്കേഷനിൽ ഒരു പേഴ്സൺ അവരുടെ ഫ്രാഞ്ചൈസി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയി ആ ലൊക്കാലിറ്റിനെ കുറിച്ച് പഠിച്ച ലൊക്കേഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റിൽ അവർ പോയി സ്റ്റോർ ഡിസൈൻ ചെയ്ത് കസ്റ്റമർ എക്സ്പീരിയൻസ് സെന്റർ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിന് വേണ്ട മാനേജ്മെന്റ്, മോണിറ്ററിംഗ്, ട്രെയിനിങ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് അവർ ഫ്രാഞ്ചൈസീസ് കൊണ്ടുപോയത്. ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ലൊക്കേഷൻസിലോട്ട് അവർക്ക് ഈ ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രസൻസിനെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി, ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അവർക്ക് അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്നുള്ളതുമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു അടുത്ത ബ്രില്യൻ മൂവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു D2C ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ റിട്ടൻഷൻ ആണ് അതിന്റെ കിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ റിക്കറിംഗ് ആയിട്ട് നമുക്ക് വരുന്ന പേയ്മെന്റ്, ക്യാഷ് ഫ്ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും ഒരു D2C ബ്രാൻഡിന് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ട്രിക്ക് നമ്മളെ ലെൻസ്കാർട്ടിലുണ്ട്. ലെൻസ്കാർട്ടിന്റെ സബ്സ്ക്രിപ്ഷൻസ്, അതായത് നമുക്കറിയാം നമ്മളുടെ ഗ്ലാസസ്, ഫ്രെയിംസിന്റെ ഒക്കെ ലെൻസസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇതിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഷെയ്ഡ്സിലും ഫ്രെയിംസിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും, അപ്ഗ്രേഡ്സ് വരുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ടേം സബ്സ്ക്രിപ്ഷൻ ഈ ബ്രാൻഡുമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഓഫേഴ്സും ഒരുപാട് ബെനിഫിറ്റ്സും ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ബ്രാൻഡിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ലെൻസ്കാർട്ടിന്റെ സബ്സ്ക്രിപ്ഷനിൽ സ്ഥിരമായിട്ട് റിട്ടൻഷൻ കീപ്പ് ചെയ്ത് പോകുന്ന വലിയൊരു കസ്റ്റമർ ഓഡിയൻസിനെ, ഒരു കമ്മ്യൂണിറ്റീനെ D2C ബ്രാൻഡ് എന്ന നിലയിൽ ലെൻസ്കാർട്ടിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ ഏറ്റവും വലിയൊരു റെക്കറിംഗ് റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാഷ് ഫ്ലോ കൂടിയാണ്. ഇതാണ് അടുത്തൊരു ബ്രില്യൻ മൂവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു റിട്ടൈനിങ് ആയിട്ട്, റെക്കറിംഗ് ആയിട്ട് വലിയൊരു ക്യാഷ് ഫ്ലോ കമ്പനിയിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെയാണ്. അടുത്തൊരു കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ D2C ബ്രാൻഡുകളും പോലെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കുറച്ച് സെലിബ്രിറ്റീസിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിംഗ് ഒരു മാർക്കറ്റിംഗ് അല്ല ലെൻസ്കാർട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലെൻസ്കാർട്ടിന്റെ മാർക്കറ്റിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ മൾട്ടി ചാനലിലായിരുന്നു. അതായത് ഒരേ സമയം TV-യിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഹോർഡിങ്സ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓഫ്ലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ബ്രാൻഡിംഗ് ലെവലിലും സെലിബ്രിറ്റീസിനെ റീകോൾ ചെയ്തിട്ടുള്ളതും അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടും അത്തരത്തിലുള്ള പ്ലേസ്മെന്റുകളും പൊസിഷനിങ്ങും എല്ലാം ആ ബ്രാൻഡിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്നുള്ളത് വളരെയധികം അവരുടെ സക്സസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ലെൻസ്കാർട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസേഴ്സ് ക്യാമ്പയിൻസ് മാത്രം വെച്ച് റിലേ ചെയ്തിട്ട് ട്രസ്റ്റോ ക്രെഡിബിലിറ്റിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മൾട്ടി ചാനലിൽ നമുക്ക് ഈ ബ്രാൻഡിനെ വിസിബിൾ ആവുന്ന സമയത്താണ് നമുക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിൽ നമ്മൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്കൊരു ക്രെഡിബിലിറ്റി തോന്നാനും അതിന്റെ കസ്റ്റമറായിട്ട് നമ്മൾ മാറാനും തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ തീരുമാനിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ബ്രാൻഡ് പ്ലേസ്മെന്റ്, കൃത്യമായിട്ടുള്ള പൊസിഷനിങ്, അത് ഒരുപാട് ചാനൽസിൽ ഒരുപോലെ ഈ ബ്രാൻഡിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് ഫാക്ടർ അവിടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആൻഡ് നമ്മളുടെ ഈ കൊണ്ടുവരുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആരായിക്കോട്ടെ ഇവർ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ യൂസേഴ്സ്, കസ്റ്റമേഴ്സ് ആക്കി നമുക്ക് റിട്ടേൺഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, ഇവർ റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഒക്കെയാണ് നമുക്ക് നമ്മളുടെ D2C ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് സൈഡിൽ നമുക്ക് ആ പൊസിഷനിങ് അപ്ഗ്രേഡ് ചെയ്ത് ഗ്രോത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതും നമുക്ക് ഈ ഓഫ്ലൈൻ ഓൺലൈൻ മിക്സപ്പ് ഓപ്പറേഷൻസും സെയിൽസും അതിന് കൂടെ ഈ മൾട്ടി ചാനൽ മാർക്കറ്റിംഗും എല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെയാണ് ലെൻസ്കാർട്ടിന് ഇത്തരത്തിലുള്ള വലിയൊരു എംപയർ ബിൽഡ് ചെയ്യാനും 70,000 കോടി വാല്യുവേഷനിൽ IPOയിലോട്ട് എത്താനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റിയത് എന്നുള്ളതാണ്. സോ നമ്മൾ എല്ലാ D2C ബ്രാൻഡുകളെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള D2C ബ്രാൻഡുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതിൽ കാണുന്ന ഒരു സെയിം പാറ്റേൺ ഉണ്ട്. ഇവരാരും D2Cയിൽ മാത്രം നിന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളല്ല. ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ടും ഒരുപാട് ചാനൽസിലൂടെ മാർക്കറ്റിംഗും ഓപ്പറേഷൻസും എല്ലാം കൊണ്ടുപോയതുകൊണ്ടും എല്ലായിടത്തും ഒരുപോലെ സമയത്ത് റിട്ടേൺ ചെയ്യാനും ഒരേ പാരലലി അവർക്ക് വിസിബിൾ ആവാനും അവർക്കൊക്കെ പ്ലേസ്മെന്റ് ചെയ്യാനൊക്കെ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഈ D2C ബ്രാൻഡുകളെല്ലാം ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇനി നമ്മൾ ലെൻസ്കാർട്ട് എന്നുള്ള ബ്രാൻഡിനെ കുറിച്ച് കാണുന്ന സമയത്ത് അതൊരു D2C ബ്രാൻഡ് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കൃത്യമായിട്ട് ടെക് എനാബിൾ ചെയ്തുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ട് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ടുള്ള ഒമ്നി ചാനൽസ് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, മൾട്ടിപ്പിൾ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃത്യമായ ബിസിനസ് എംപയർ ആണ്, ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അത് മൾട്ടി ചാനലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്, ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് എംപയർ റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നിങ്ങളൊരു D2C ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള കാര്യങ്ങളോ ഇവരുടെ ഏർലി സ്റ്റേജിലുള്ള സ്ട്രാറ്റജീസോ മാത്രം കോപ്പി ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ബ്രാൻഡ് ഇത്രയും വലിയ സക്സസ്ഫുൾ ആയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവഞ്ച്വലി നിങ്ങളും ഈ പറയുന്ന സക്സസ്ഫുൾ ആകുന്നതിന് പകരം അതിനേക്കാൾ വേഗത്തിൽ കൊളാപ്സ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി എ D2C ബ്രാൻഡ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ആസ് എ D2C ബ്രാൻഡ് അവർക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റിയത് എന്നുള്ളതാണ്. അവരുടെ തുടക്കം മാത്രമാണ് D2Cയിൽ ഉള്ളത്. പിന്നീട് അവർ അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചാനലിലോട്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു D2C ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനൊരു ലെവൽ ഓഫ് സ്കെയിലബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്കെയിൽ ചെയ്യാൻ തയ്യാറാവണം, പിവോട്ട് ചെയ്യാൻ തയ്യാറാവണം, മാർക്കറ്റ് പ്രസൻസ് കീപ്പ് ചെയ്യാൻ തയ്യാറാവണം, മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു D2C ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റാം. സോ അടുത്തൊരു D2C ബ്രാൻഡുമായിട്ടും അടുത്തൊരു D2C സ്ട്രാറ്റജിയുമായിട്ടും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.